ഹായ് സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൈക്കൽ കാരക്കിനെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരു അശ്വമേധം തന്നെ തുടരുകയാണ്. തിങ്കളാഴ്ച രാത്രി എവർട്ടന്റെ തട്ടകത്തിൽ യുണൈറ്റഡ് ആരാധകർ ശ്വാസം അടക്കി പിടിച്ച കണ്ട ആ മത്സരത്തിൽ വീണ്ടും യുണൈറ്റഡിന്റെ രക്ഷകനായി അവതരിച്ചിരിക്കുകയാണ് സ്ലോവേനിയൻ സ്ട്രൈക്കർ ബെഞ്ചമിൻ സെസ്കോ. ബെഞ്ചമിൻ സെസ്കോ സൂപ്പർ സബായി വന്ന് ഗോളുകൾ നേടുമ്പോൾ മറക്കാൻ പറ്റാത്ത ഒരാളുണ്ട്, മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഹാവിയർ ഹെർണാണ്ടസ്. ഒരു സമയത്ത് അലക്സ് ഫെർഗൂസന്റെ കാലത്ത് യുണൈറ്റഡിന്റെ ബെഞ്ചിൽ നിന്നും അവിശ്വസനീയമായ ഗോളുകൾ നേടി യുണൈറ്റഡിന്റെ പല വിജയങ്ങൾക്കും ചുക്കാൻ പിടിച്ച ആളാണ് മെക്സിക്കോക്കാരനായ ഹാവിയർ ഹെർണാണ്ടസ്. ഇപ്പോഴത്തെ ടീമിൽ ബെഞ്ചമിൻ സെസ്കോ ബെഞ്ചിൽ നിന്ന് വന്ന് ഗോളുകൾ നേടുമ്പോൾ ഏതൊരു യുണൈറ്റഡ് ഫാൻസിനും ഹാവിയർ ഹെർണാണ്ടസിനെ ഓർമ്മ വരും. ഒരുപക്ഷെ പല യുണൈറ്റഡ് ഫാൻസും ഹാവിയർ ഹെർണാണ്ടസുമായിട്ട് ബെഞ്ചമിൻ സെസ്കോയെ താരതമ്യം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും. സീസണിന്റെ തുടക്കത്തിൽ ഗോളുകൾ നേടാൻ പറ്റാത്തതിനാൽ വളരെയധികം വിമർശനങ്ങൾ നേരിട്ട ആളാണ് ബെഞ്ചമിൻ സെസ്കോ. 73.7 മില്യൺ പൗണ്ട് കൊടുത്ത് എന്തിനാണ് യുണൈറ്റഡ് ഇങ്ങനെ ഒരു പ്ലെയറെ സൈൻ ചെയ്തത് എന്ന് പലരും മാധ്യമങ്ങളിലും ട്രോളുകളൊക്കെ ആയിട്ട് ബെഞ്ചമിൻ സെസ്കോയെ വിമർശിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ബെഞ്ചമിൻ സെസ്കോയ്ക്കുള്ള ആ വിമർശനങ്ങളൊക്കെ മറുപടി പറയുകയാണ്. ഈ യുണൈറ്റഡിന്റെ കഴിഞ്ഞ ഒരു 3-4 മത്സരങ്ങളിൽ യുണൈറ്റഡിന്റെ വിജയങ്ങൾക്ക് ചുക്കാൻ പിടിച്ച അല്ലെങ്കിൽ വിജയ ഗോൾ നേടിയത് അവസാന നിമിഷം ബെഞ്ചമിൻ സെസ്കോ ആയിരുന്നു. ബെഞ്ചിൽ നിന്ന് വന്നിട്ട് ബെഞ്ചമിൻ സെസ്കോ ആയിരുന്നു പല കളികളിൽ 2-3 കളികളിൽ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, വിജയ ഗോൾ നേടിയിട്ടുണ്ട്. അപ്പം തനിക്കെതിരെയുള്ള വിമർശനങ്ങളോട് കളികളിലൂടെയാണ് ബെഞ്ചമിൻ സെസ്കോ അല്ലെങ്കിൽ ഗോളുകളിലൂടെയാണ് ബെഞ്ചമിൻ സെസ്കോ മറുപടി പറഞ്ഞത്. മത്സരത്തിന്റെ 71-ാം മിനിറ്റിലായിരുന്നു ആ മാന്ത്രിക നിമിഷം പിറന്നത്. സ്വന്തം ഹാഫിൽ നിന്നും സെസ്കോ തന്നെ തുടങ്ങി വെച്ച ഒരു മിന്നൽ അറ്റാക്ക്, മാത്യൂസ് കുനിയയും എംബുമോയും ചേർന്നൊരുക്കിയ ആ ഒരു അറ്റാക്കിന്റെ അവസാനമാണ് ബെഞ്ചമിൻ സെസ്കോ ഒരു ക്ലിനിക്കൽ ഫിനിഷിലൂടെ എവർട്ടന്റെ വയലിലേക്ക് പന്തെത്തിക്കുന്നത്. സ്വന്തം ഗ്രൗണ്ടിൽ സ്വന്തം കാണികളുടെ മുമ്പിൽ എവർട്ടൺ നല്ല കളിയാണ് കാഴ്ചവെച്ചത്. 71 മിനിറ്റ് വരെ ഒരു യുണൈറ്റഡിന് ഗോൾ അടിക്കാൻ അവസരം കൊടുക്കാതെ പ്രതിരോധിച്ചു നിന്ന്. എന്നാൽ 71-ാം മിനിറ്റിൽ ബെഞ്ചമിൻ സെസ്കോയുടെ ഈ ഒരൊറ്റ ഫിനിഷിലൂടെ എവർട്ടന്റെ പ്രതിരോധം പാളിപ്പോയി. മൈക്കൽ കാരിക്കിന് മുമ്പ് മുൻ കോച്ച് റോബൻ അമോറിമിന് കീഴിൽ ബെഞ്ചമിൻ സെസ്കോയ്ക്ക് അവസരങ്ങൾ കുറവായിരുന്നു. എന്നാൽ കിട്ടിയ അവസരങ്ങൾ അദ്ദേഹത്തിന് ഗോളാക്കി മാറ്റാനോ ഒന്നും പറ്റിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഏറെ വിമർശനങ്ങളും പുള്ളിക്ക് ഏറ്റിട്ടുണ്ട്. പക്ഷെ ആ വിമർശനങ്ങളെല്ലാം കാറ്റിൽ പറത്തി അല്ലെങ്കിൽ ആ വിമർശനങ്ങൾക്ക് പ്രതിരോധിക്കുന്നത് പുള്ളി ഈ ഒരു ഗോളിലൂടെയാണ്. കഴിഞ്ഞ 3-4 മത്സരങ്ങളിൽ നിർണായക സമയത്താണ് ബെഞ്ചമിൻ സെസ്കോ ഗോൾ നേടി യുണൈറ്റഡിന്റെ രക്ഷക്കെത്തുന്നത്. 71-ാം മിനിറ്റിൽ ഒരു ഗോളിന് പിന്നിലായി പോയപ്പോ എവർട്ടൺ അവസാന ശ്വാസം വരെ പിടിച്ചിട്ട് ആളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അവസാനം കീനിന്റെ ഒരു ഷോട്ട് ഗോൾ കീപ്പർ സെന ലെമൻസ് വളരെ വളരെ കഷ്ടപ്പെട്ടാണ് ഗോളാവാതെ തട്ടിയകറ്റിയത്. ഈ വിജയത്തോടെ യുണൈറ്റഡ് പോയിന്റ് ടേബിളിൽ 4-ാം സ്ഥാനത്തുള്ള തങ്ങളുടെ പിടിയൊന്നും മുറുക്കി പിടിച്ചിട്ടുണ്ട്. ചെൽസിയും ലിവർപൂളിനെയും പിന്നിലാക്കി ചെൽസിയെക്കാളും 3 പോയിന്റ് ഡിഫറൻസ് നിലവില് യുണൈറ്റഡിനുണ്ട്. കഴിഞ്ഞ ദിവസം ചെൽസി ബേൺലി ആയിട്ട് സമനില വഴങ്ങിയത് യുണൈറ്റഡ് ഈ ഒരു വിജയത്തോടെ നല്ല മുതലാക്കിയിട്ടുണ്ട്. 3 പോയിന്റാണ് ചെൽസിയേക്കാൾ ലീഡ്. സീസണിന്റെ തുടക്കത്തിൽ വളരെ മോശം ഫോമിലായിട്ട് യുണൈറ്റഡ് ഒരു സമയത്ത് ടേബിളിൽ 16-ാം സ്ഥാനത്ത് വരെ പോയിട്ടുണ്ട്. അപ്പം അവിടുന്ന് ഇങ്ങോട്ട് കയറി വന്ന് 4-ാം സ്ഥാനത്ത് 5-ാം സ്ഥാനത്തുള്ള ചെൽസിയെക്കാളും 3 പോയിന്റ് ലീഡിൽ 4-ാം സ്ഥാനത്ത് നിൽക്കുക എന്ന് പറയുന്നാൽ അതൊരു ചില്ലറ പെർഫോമൻസ് അല്ല, ചില്ലറ കംബാക്ക് അല്ല യുണൈറ്റഡ് ചെയ്തിരിക്കുന്നത്. അമോറിമിന് ശേഷം യുണൈറ്റഡ് തുടർച്ചയായ വിജയങ്ങളുടെ കാരിക്കിന്റെ കീഴിൽ യുണൈറ്റഡ് തുടർച്ചയായ വിജയങ്ങളിലൂടെ മുന്നോട്ട് കയറി വന്നത് ചെൽസിയെക്കാളും 3 പോയിന്റ്, 5-ാം സ്ഥാനത്തുള്ള ചെൽസിയെക്കാളും 3 പോയിന്റ്. ഇനി അടുത്ത ലക്ഷ്യം ആസ്റ്റൺ വില്ലയാണ്. ആസ്റ്റൺ വില്ലക്കെതിരെ യുണൈറ്റഡ് ഒരു കളി വരുന്നുണ്ട്. പിന്നെ ആസ്റ്റൺ വില്ലക്ക് ടേബിൾ ടോപ്പേഴ്സിനോടും കളികൾ വരുന്നുണ്ട്. അപ്പം ആസ്റ്റൺ വില്ലയും പോയിന്റുകൾ ഡ്രോപ്പ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പം യുണൈറ്റഡിന് ഇനിയും വേണമെങ്കിൽ, യുണൈറ്റഡ് വിചാരിച്ചാൽ ഇനിയും വേണമെങ്കിൽ യുണൈറ്റഡിന് ഒരു പക്ഷേ 3-ാം സ്ഥാനം ആസ്റ്റൺ വില്ലയെ മറികടന്ന് 3-ാം സ്ഥാനം പിടിക്കാനുള്ള അവസരം തീർച്ചയായിട്ടും ഉണ്ട്. യുണൈറ്റഡ് അത് മുതലാക്കുക എന്നുള്ളതാണ് അറിയേണ്ടത്. ഇപ്പൊ പ്രീമിയർ ലീഗിന്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മളിനി 10 മത്സരങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് പ്രീമിയർ ലീഗില്. അപ്പം പ്രീമിയർ ലീഗിന്റെ ഫോട്ടോ ഫിനിഷിങ്ങിലേക്കാണ് പോകുന്നത്. ആർസണലും മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിൽ ടൈറ്റിൽ റേസ്, ആസ്റ്റൺ വില്ലയും യുണൈറ്റഡും തമ്മിൽ ഒരു പക്ഷേ 3-ാം സ്ഥാനത്തുള്ള മത്സരങ്ങൾ ഉണ്ടാവും. ചെൽസിയും ലിവർപൂളും തമ്മിലായിരിക്കണം 4-ാം സ്ഥാനത്തും. ചെൽസിയും ലിവർപൂളും ആസ്റ്റൺ വില്ലയും യുണൈറ്റഡും ഉണ്ടാവും. യുണൈറ്റഡ് 3-ാം സ്ഥാനം പിടിക്കാൻ തീർച്ചയായിട്ടും ശ്രമിക്കും. അതിൽ വിജയിക്കുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. അപ്പം ഇനിയുള്ള മത്സരങ്ങൾ തീർച്ചയായും നിർണായകമായ മത്സരങ്ങളാണ്.
ഇനി 10 മത്സരങ്ങളേ ഉള്ളൂ. നിർണായകമായ 10 മത്സരങ്ങളാണുള്ളത്. അതിൽ ഏത് ടീമും പോയിന്റ് ഡ്രോപ്പ് ചെയ്യുന്നോ ആ ടീമിന് നഷ്ടങ്ങളേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് എല്ലാ ടീമുകൾക്കും അറിയാം, എല്ലാ ടീമുകളും നിർണായകമായ കളികളിലാണ് നിർണായകമായ ഒരു പോയിന്റ് ഡ്രോപ്പ് ചെയ്യുന്നത് തന്നെ അത് ഈ ടേബിളിൽ പല സ്ഥാനചലനങ്ങൾക്കും കാരണമാകും. അപ്പൊ നല്ല മത്സരങ്ങളായിരിക്കും ഇനി നമുക്ക് കാണാനുണ്ടാവുക. അടുത്ത 10 മത്സരങ്ങൾ നല്ല മത്സരങ്ങളായിരിക്കും. അതിന്റെ ഇടയിൽ ചാമ്പ്യൻസ് ലീഗ് വരുന്നുണ്ട്, FA കപ്പ് ഫൈനലുകൾ വരുന്നുണ്ട്. അപ്പം ഇനിയുള്ള കളികൾ വളരെ നിർണായകമാണ്. അപ്പം അടുത്ത കളികളൊക്കെ കണ്ടിട്ട് അതിന്റെ റിവ്യൂ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.